കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് പാരലൽ ഡെറിവേഷൻസ് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. കഴിഞ്ഞ വർഷം തന്നെ പാരലൽ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാം, പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഏത് സീരീസ് പാരലൽ കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്. അപ്പോൾ കപ്പാസിറ്റേഴ്സിൻ്റെ കേസിൽ നമ്മുടെ മെയിൻ ഇക്വേഷൻ Q = CV എന്നാണ്. ഇതിനെ മാറ്റി തിരിച്ച് വേണം നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി പിന്നൊരു കാര്യം ചിന്തിക്കേണ്ടത്, സീരീസ് ആണെങ്കിൽ ആര് സെയിം ആര് ഡിഫറൻറ്റ്. സീരീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ലൈൻ ഒറ്റ വയർ തന്നെയല്ലേ, അപ്പോൾ അവിടെ ചാർജ് സ്പ്ലിറ്റ് ആവുന്നില്ല. അപ്പോൾ എനിക്ക് എഴുതാം Q സെയിം ആണ് എന്ന് എഴുതാം. പിന്നെ ഉള്ളത് വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. പിന്നെ രണ്ട് കപ്പാസിറ്റേഴ്സ് എന്തായാലും ഡിഫറൻ്റ് ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ഇത്. പിന്നെ ആലോചിക്കേണ്ടത് പാരലിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നതാണ്. പാരൽ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ വരുന്ന കറണ്ട് രണ്ട് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചാർജ് ഡിഫറൻ്റ് ആണ്. സോ Q ഡിഫറൻ്റ് ആണ് എനിക്ക് എഴുതാം. അതേസമയം V സെയിം ആണ്, പാരൽ അല്ലേ. ഇതാദ്യമേ എപ്പോഴും ഉള്ളിൽ ഓർത്ത് വയ്ക്കുക, ആര് സെയിം ആര് ഡിഫറൻ്റ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ V ഡിഫറൻ്റ്, ആരാണോ ഡിഫറൻ്റ് ഉള്ളത് അവരുടെ ഇക്വേഷനിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ V ആണ് ഡിഫറൻ്റ് എങ്കിൽ Vയുടെ ഇക്വേഷൻ വേണം നമ്മൾ എഴുതാൻ. അപ്പോൾ V = Q/C വെച്ച് വേണം നമ്മൾ ഇവിടുത്തെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി പാരലൽ ആണെങ്കിൽ നമുക്ക് Q ആണ് ഡിഫറൻ്റ്, അപ്പോൾ Q = CV ഡെറിവേഷൻ വെച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി വളരെ സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ എഴുതാം. സോ ഫസ്റ്റ് നമുക്ക് സീരീസ് കണക്ഷൻ നോക്കാം. രണ്ട് കപ്പാസിറ്റേഴ്സിനെ എടുക്കുക ഓഫ് ഡിഫറൻറ്റ് വാല്യൂസ്. ഒരു സീരീസ് കണക്ഷൻ, അടുത്ത സീരീസ് കണക്ഷൻ C1 C2. നമുക്കൊരു ബാറ്ററി ഇവിടെ കണക്ട് ചെയ്യാം. ആ ബാറ്ററിയുടെ വോൾട്ടേജ് V ആണ്. ആര് സെയിം ആണ്, Q സെയിം ആണ്. ആര് ഡിഫറൻ്റ് ആണ്, വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ V1 V2 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി നമുക്കറിയാം Vയുടെ ഇക്വേഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്കറിയാം Q = CV ആണ്. അപ്പോൾ Vയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Q/C ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ എനിക്ക് എഴുതാം V = Q/C. അതവിടെ എഴുതി വയ്ക്കുക. അങ്ങനെയാണ് V1 എനിക്ക് എഴുതിക്കൂടെ, V1 Q/C ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. ഇവിടെ Q സെയിം തന്നെയാണ്, പക്ഷേ കപ്പാസിറ്റൻസ് C1 ആയതുകൊണ്ട് C1 എന്ന് എഴുതി. അടുത്ത V2ൻ്റെ ഇക്വേഷൻ എഴുതുക Q/C2. ഈ V അല്ലേ V1 V2 ആയി മാറിയത്. അപ്പോൾ എനിക്ക് എഴുതാം V = V1 + V2. V എന്ന് പറഞ്ഞാൽ Q/C ആണ്. Q/C = Q/C1 + Q/C2. ഇവിടെയും Q, എല്ലായിടത്തും Q ഉണ്ട്, വെട്ടിക്കളയാം. 1/C = 1/C1 + 1/C2. ഇതാണ് സീരീസ് കണക്ഷൻ എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി. ഇനി പാരലാണെങ്കിലും സിമ്പിളാണ്, പാരൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇത് ഒന്നാമത്തെ കപ്പാസിറ്റർ കാണിക്കുക C1, ഇത് രണ്ടാമത്തെ കപ്പാസിറ്റർ കാണിക്കുക C2. ഇതിലേക്ക് നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് വെക്കുന്നു, അത് V ആണ്. രണ്ടിടത്തും V സെയിം ആണ്, പക്ഷേ ഇങ്ങോട്ട് Q1 വരും, ഇങ്ങോട്ട് Q2 വരും. ഡിഫറൻ്റ് ആയ ഇക്വേഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. സോ Q = CV തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇനി Q1 ഉണ്ടാവും. Q1 എന്ന് പറഞ്ഞാൽ C1 × V ആണ്, കാരണം V സെയിം ആണല്ലോ, C1 ആണ് ഡിഫറൻറ്റ്. അടുത്ത Q2ൻ്റെ ഇക്വേഷൻ എഴുതുക C2 × V ആണ്. ഈ ചാർജ് അല്ലേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പോൾ എനിക്ക് എഴുതാം Q = Q1 + Q2 എന്ന് എഴുതാം. ശരിയല്ലേ. ഓക്കെ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് Qന് CV എന്ന് കൊടുക്കാം, ഇവിടെ C1 V എന്ന് കൊടുക്കാം, ഇവിടെ C2 V എന്ന് കൊടുക്കാം. V എല്ലായിടത്തും കോമൺ ആണ്, വെട്ടിക്കളഞ്ഞാൽ C = C1 + C2. സോ കപ്പാസിറ്റേഴ്സ് പാരലൽ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, സീരീസ് ആണെങ്കിൽ നമ്മൾ 1/C1 + 1/C2 എഴുതുക. ഇത് എക്സാമിന് ഒന്നെങ്കിൽ രണ്ടും കൂടെ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.